n ക്രോസ് n ഡിനോമിനബിൾ ആണ് എന്നുള്ള പ്രൂഫ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ? ഓർഡേർഡ് പെയർ mn. നമ്മൾ പറഞ്ഞു നിർത്തിയ mnന്റെ പൊസിഷനാണ്. mനെ ലിസ്റ്റ് ചെയ്തപ്പോൾ എഴുതാൻ പറ്റിയ സ്ഥലം എവിടെയാണ്, എത്രാമത്തെ മെമ്പറായിട്ട് എഴുതി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓർഡേർഡ് പെയർ mn. Ordered pair mn will be the ordered pair mn will be the mth element of ഏത് ഡയഗണലിയാ? mn സം എടുക്കുമ്പോൾ m plus n, അതിലൊന്നുകൂടെ കുറച്ച് 3 2 ആണെങ്കിൽ 4th ഡയഗണലിൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. m plus n മൈനസ് 1th ഡയഗണൽ, ആ ഡയഗണലിലെ mth എലമെന്റ് ആണ് mn എന്നുള്ളത്. നമ്മുടെ ലിസ്റ്റിംഗ് ഇതാണ്. എന്നാ നമ്മൾ ആദ്യം എഴുതുന്നത്? സം 2 ഉള്ളത് 1 1 നാച്ചുറൽ നമ്പേഴ്സ്, അപ്പൊ സം 2 വരത്തുള്ളൂ, 0 ഇല്ലല്ലോ. പിന്നെ സം 3 ഉള്ളത് അടുത്തത് നമ്മൾ എഴുതിയത് അതെന്താ? 1ൽ സ്റ്റാർട്ട് ചെയ്തു, 1 2, പിന്നെ സം 3 ഉള്ളത് 2 1, അത് രണ്ടെണ്ണേ ഉള്ളൂ. സം 2 ഉള്ളത്, ഇത് സം 1 ഉള്ളത്. പിന്നെന്താ എഴുതിയേ? സം 3 ഉള്ളത്. സം 3 ഉള്ളത് ഏതാ? 1 3ൽ സ്റ്റാർട്ട് ചെയ്യും, ദെൻ പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സം 4 ഉള്ളത് 2 2, ദെൻ 3 1, ഇതാണ് സം 3 ഉള്ളത്. സം 3 ഉള്ളത് ഇതാണ് നമ്മുടെ ലിസ്റ്റിങ്. ഇനി സം 4 ഉള്ളത് അടുത്ത് എഴുതുന്നത് അതെന്താ? അല്ല, സം 5 ഉള്ളത് അടുത്ത് എഴുതുന്നത് 1 4ൽ തുടങ്ങും, പിന്നെന്താ 2 സം 5 വരണ്ട, അപ്പൊ 2 3 വരും, 2 2 ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ 2 3 വരും. അടുത്ത് വരുന്നത് 3ൽ സം 5 ഉള്ളത് 3 2 വരും, സം 5 ആയി. ഇനി 4 1 വരും, സം 5 ആയി. തീർന്നു സം 5 ഉള്ളത്. ഇനി 5 വന്നാൽ 5 0 ഇല്ല, നാച്ചുറൽ നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ഇത് സം 1, ഇത് സം 2, ഇത് സം 3, ഇത് സം 4, ഇത് സം 5, അടുത്ത സം 6 ഉള്ളത് നമുക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെ എത്രാമത്തെ എലമെന്റ് ആണ് mn എന്നാണ്. ഇപ്പൊ കണ്ടോ, ഒരു എക്സെട്രേ ഉള്ളൂ. 1 1 1 2 1 3 എക്സെട്ര, 2 1 2 2 2 3 എക്സെട്ര, എന്നാലും എക്സെട്രയുടെ കളിയാണ്. നമുക്കിപ്പോൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നില്ല. സം മീൻസ് mn എഴുതുമ്പോൾ m plus n 2, ഇത് m plus n 3, ഇത് m plus n 4, ഇത് m plus n 5. അപ്പോൾ m plus n 2 ആവുന്ന ഫസ്റ്റ് ഡയഗണൽ, ഇത് സെക്കൻഡ് ഡയഗണൽ, ഇത് തേർഡ് ഡയഗണൽ, ഇത് ഫോർത്ത് ഡയഗണൽ, അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ mn എവിടുത്തെ എലമെന്റ് ആയിരിക്കും? m plus n മൈനസ് 1th ഡയഗണലിലെ mn എന്നാ പറയുക. 2 3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെന്റ് ഈ ഡയഗണലിൽ, 3 1 എന്ന് പറയുമ്പോൾ ഈ ഡയഗണലിലെ തേർഡ് എലമെന്റ്, m plus n മൈനസ് 1th ഡയഗണലിലെ mth എലമെന്റ്. ദ പൊസിഷൻ ഓഫ് mn ഈസ് m plus n മൈനസ് 1th ഡയഗണലിലാണ്. അതിന് മുമ്പിലത്തെ ഡയഗണലിലെ വരെ കംപ്ലീറ്റ് എലമെന്റ്സ് ഉണ്ട്. ദെൻ 1 2 എക്സെട്ര mn m plus n മൈനസ് 1th ഡയഗണലിലെ mth എലമെന്റ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പിലത്തെ ഡയഗണൽ വരെ മുഴുവൻ എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് mnന്റെ പൊസിഷൻ ഓഫ് mn എത്രാമത്തെയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡയഗണലിൽ ഒരു എലമെന്റ് ഉണ്ട്, സെക്കൻഡ് ഡയഗണലിൽ 2 എലമെന്റ് ഉണ്ട്, തേർഡ് ഡയഗണലിൽ 3 എലമെന്റ് ഉണ്ട്. അങ്ങനെ എത്ര ഡയഗണൽ കംപ്ലീറ്റ് ചെയ്തു? mn വരുമ്പം 3 2 വരുമ്പോൾ 3 ഡയഗണൽ കംപ്ലീറ്റ് ചെയ്തു. 3 2 സം 5 ആണ്. ഇത് m plus n മൈനസ് 1th ഡയഗണൽ, 4 എന്ന് പറയുന്നത് m plus n 3 2 വരുമ്പോൾ മൈനസ് 1th ഡയഗണലാണ്, m plus n മൈനസ് 1th ഡയഗണൽ. അപ്പോൾ അത് ആ ഡയഗണലിൽ അത് കംപ്ലീറ്റ് ആയില്ല, അതിന് മുമ്പിലത്തെ ഡയഗണലാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ കംപ്ലീറ്റ് ആയ ഡയഗണലിൽ ഏതൊക്കെയാണ്? m plus n മൈനസ് 2 വരെയുള്ള ഡയഗണൽ, m plus n മൈനസ് 2th ഡയഗണൽ, m plus n മൈനസ് 2 എലമെന്റ്സ്. ഫസ്റ്റ് ഡയഗണലിൽ 1 എലമെന്റ്, സെക്കൻഡ് ഡയഗണലിൽ 2 എലമെന്റ്, തേർഡ് ഡയഗണലിൽ 3 എലമെന്റ്. mn is in the m plus n മൈനസ് 1th ഡയഗണൽ. mn അവിടെയാണ്, അവിടെ ഇടയ്ക്കാണ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് m plus n മൈനസ് 2th ഡയഗണൽ വരെയാണ്. m plus n മൈനസ് 2th ഡയഗണലിൽ m plus n മൈനസ് 2 എലമെന്റ്സ്. പൊസിഷൻ നോക്കിയത് mn ആണ്. പൊസിഷൻ ഓഫ് mn ആണ് നമ്മൾ പറയുന്നത്, ഓഫ് mn. അപ്പോൾ അത് അതിന് പുറകിലുള്ള ഡയഗണൽ വരെ ഇത്ര എലമെന്റ്സ് ഉണ്ട്, പ്ലസ് mn എവിടെയാ? 3 2 ആകുമ്പോൾ ആ ഡയഗണലിലെ മൂന്നാമത്തെ എലമെന്റ്, 3 1 ആകുമ്പോൾ തേർഡ് ഡയഗണലിലെ മൂന്നാമത്തെ എലമെന്റ്, 1 2 ആകുമ്പോൾ സെക്കൻഡ് ഡയഗണലിലെ 1 2 ആദ്യത്തെ കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്ലസ് m എന്ന് പറയുന്നതാണ് ഇതിന്റെ പൊസിഷൻ. ഇനി നമുക്കറിയാം 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര. mn ഇവിടെ നൊട്ടേഷൻ n വന്നിരിക്കുന്നുണ്ട്, ഞാൻ k എന്ന് എഴുതുക. 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് k ഈക്വൽ ടു നിങ്ങൾ എഴുതും k ഇൻറ്റു
ഇൻഡക്ഷനിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതിനെ ഇപ്പോഴത്തെ കോംപ്ലിക്കേഷൻ ഒക്കെ വിചാരിച്ചാണ് ഞാൻ സൈ ഓഫ് കെ എന്ന് ഡിനോട്ട് ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റിലെ നൊട്ടേഷൻ അങ്ങനെയാണ്. ടെക്സ്റ്റിലെ അപ്പൻഡിക്സിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. മെയിൻ പാർട്ടിൽ ഇത് പറഞ്ഞിട്ടില്ല. ദിസ് ഇസ് ഡിനോട്ടഡ് ബൈ സൈ ഓഫ് കെ. എണ്ണാൻ പറ്റുമോ എന്നുള്ളത് ഡെന്യൂമറബിൾ എന്നായി. എണ്ണാൻ പറ്റി എന്ന് കാണിച്ചാലും മതി. ബൈ ഡയഗണൽ പ്രൊസീജിയർ ഇൻ ദ ടെക്സ്റ്റ് ദർ ഇസ് ആൻ ഇൻഫോർമൽ പ്രൂഫ് ഇൻഫോർമൽ ആയിട്ട് ഡയഗണൽ പ്രൊസീജിയറിൽ ഇങ്ങനെ എണ്ണി കാണിച്ച് പറയുകയാണ്. mn is in this position എന്ന് പറഞ്ഞാൽ ആരെ വേണേലും നമുക്ക് പൊസിഷൻ പറയാൻ പറ്റും, എണ്ണി കാണിക്കാൻ പറ്റും, ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദെൻ ഇറ്റ് മീൻസ് ഡിന്യൂമറബിളിന്റെ കൺസെപ്റ്റ് കൊണ്ട് നമുക്കത് മനസ്സിലായി. പക്ഷേ ഡെഫിനിഷനിൽ അതൊരു ബൈജക്ഷൻ ആണ്. ബൈജക്ഷൻ വേണമെങ്കിലും പറഞ്ഞു തരാം. ഇൻഫോർമൽ പ്രൂഫാണ് ടെക്സ്റ്റിൽ, അവിടെ പൊസിഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഫോർമൽ പ്രൂഫിലേക്ക് തന്നെ പോവാണ്. ഇതുവരെ പറഞ്ഞ ഫോർമൽ പ്രൂഫിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ 1 തുടങ്ങി m+n-2 വരെയുള്ള സമ്മിനെ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? സൈ ഓഫ് കെ പോലെ ലാസ്റ്റ് നമ്പർ വെച്ച് സൈ ഓഫ് m+n-2 എന്ന് എഴുതാം. ദെൻ വാട്ട് ഈസ് സൈ ഓഫ് m+n-2? സൈ ഓഫ് m+n-2 എന്ന് പറയുന്നത് സൈ ഓഫ് കെ എന്ന് പറയുന്നത് കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ കെക്ക് പകരം ഇപ്പോൾ വരുന്ന തന്നെ m+n-2, പിന്നെ അതിനോട് ഒന്നുകൂടെ കൂട്ടുക, അതിന്റെ പ്രോഡക്റ്റ് m+n-2 പ്ലസ് 1 m+n-1 ഓൾ ഡിവൈഡഡ് ബൈ 2. അതാണ് സൈ ഓഫ് m+n-2 പ്ലസ് m. ഇത് നൊട്ടേഷന്റെ സൗകര്യത്തിന് എഴുതുകയാണ്. സൈ ഓഫ് m+n-2നെ നമുക്ക് ഇങ്ങനെയും എഴുതാം. m+n-2 ഇൻറ്റു m+n-1 ഓൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് m. That is the position of the point ordered pair mn. ഈ നമ്പർ ഇത് 10 ആണ്. 10th പൊസിഷൻ പൊസിഷനിലാണ് 10th പൊസിഷൻ. 10th ആണ് 10th. അപ്പോൾ ഈ നമ്പർ ഏതാണ്? അത് പൊസിഷൻ 4 ഓർഡേർഡ് പെയർ mn. 4 ഓർഡേർഡ് പെയർ mn എന്ന് നമ്മൾ മനസ്സിലാക്കി. 4 ഓർഡേർഡ് പെയർ mn എന്ന് നമ്മൾ മനസ്സിലാക്കി. Then we can define എന്താ പറഞ്ഞ mn-നെ എടുത്തിട്ട് അതിന്റെ പൊസിഷൻ പറഞ്ഞു. Therefore we can define a function. ഫംഗ്ഷനെ ഞാൻ h എന്ന് വിളിക്കുകയാണ്. h from n cross n. mn-നെ എടുത്തിട്ടാണ് പറഞ്ഞത്. mn2 we map the ordered pair mn2 എങ്ങോട്ടാ മാപ്പ് ചെയ്ത്? to this number psi of m+n-2 plus m എന്ന് പറയുന്ന നമ്പറിലേക്ക്. that number is a natural number. അപ്പോൾ to n we have defined a function. We can prove that this function defined by h of ordered pair mn ഈക്വൽ ടു, ഇവിടെ നൊട്ടേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് നല്ലത് എഴുതാൻ. ഇത് എഴുതുക ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലേ, അതുകൊണ്ട് h of mn ഈക്വൽ ടു psi of m+n-2 means the sum of first m+n-2 natural numbers. It is another natural number plus m. That will be the definition of h of mn. h of mn equal to psi of m+n-2 plus m. That defines a function from n cross n to n, and we can prove that it is a bijection. പ്രൂവ് ചെയ്യാൻ പറ്റില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് കൂടിയാണ്. ഇൻഫോർമൽ പ്രൂഫാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈജക്ഷൻ ഫംഗ്ഷൻ ഏതാണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദിസ് ഫംഗ്ഷൻ ഡിഫൈൻസ് എ ബൈജക്ഷൻ ഫ്രം n cross n to n. Then what will be the inverse? ഇത് h ആണെങ്കിൽ h inverse will be a function from n to n cross n. n to n cross n. ഇത് ബൈജക്ഷൻ ആണെങ്കിൽ this also a bijection. അപ്പോൾ ഈ ബൈജക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് n cross n ഒരു സെറ്റ് ഡെന്യൂമറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ സെറ്റിലേക്ക് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഒരു on to കറസ്പോണ്ടൻസ് ഉണ്ടാവണം. ഇപ്പൊ അതാ സംഭവിച്ചേ. ഈ ഫംഗ്ഷൻ h ഇൻവേഴ്സിനെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കിക്കാം. g ഈക്വൽ ടു there exists a function g which is a bijection from n to the set n cross n. That function is defined by the inverse of h of mn equal to psi of m+n-2 plus m. Therefore the set n cross n, that implies the set n cross n is denumerable. n cross n is denumerable. അങ്ങനെ n cross n denumerable ആണ് എന്ന് പ്രൂവ് ചെയ്യും. അത് n cross n-ലെ ഒരു പോയിന്റ് mn-ന്റെ പൊസിഷൻ പറഞ്ഞാൽ മതി. അവിടെ കൊണ്ട് വേണേൽ ഇൻഫോർമൽ പ്രൂഫ് നിർത്താം. പൊസിഷൻ എന്നാ? ഇതാ. അത് m+n-1 ഡയഗണലിലെ mth എലമെന്റ് ആണ്. m+n-1 ഡയഗണലിലെ ആകുമ്പോൾ അതിന്റെ പുറകിലത്തെ വരെ ഡയഗണൽസിലെ മുഴുവൻ എലമെന്റ്സും വന്നു. ഫസ്റ്റ് ഡയഗണലിൽ ഒരു എലമെന്റ്, സെക്കൻഡ് ഡയഗണലിൽ 2 എലമെന്റ്, ഫസ്റ്റ് ഡയഗണലിൽ ഒരു എലമെന്റ്, സെക്കൻഡ് ഡയഗണലിൽ
2 എലമെന്റ്, തേർഡ് ഡയഗണലില് ഫസ്റ്റിലൊന്ന്, സെക്കൻഡിലുണ്ട്, തേർഡിൽ 3. m+n-1 ഡയഗണലിലെ പോയിന്റ് ആണ് നമുക്കുള്ളത്. അതിന്റെ തൊട്ട് പുറകിലത്തെ ഡയഗണൽ ഇതാണ്. m+n-2 ഡയഗണലില് അത്രയും സെക്കൻഡിലുണ്ട്, തേർഡിൽ 3, അങ്ങനെ m+n-2 എലമെന്റ്സ്, അത്രയും ഡയഗണൽസിലെ മുഴുവൻ എലമെന്റ്സും. അപ്പൊ അതെല്ലാം സം ചെയ്തു. പ്ലസ് mn is in the mth പൊസിഷൻ ഓഫ് ഇറ്റ്സ് ഡയഗണൽ, ആ ഡയഗണലിലെ mth പൊസിഷനിലാണ്. അപ്പോൾ അവിടുത്തെ മൂന്നാമത്തെയാണ്, ആ നമ്പർ ഇവിടെ ആഡ് ചെയ്യണം. പ്ലസ് m, അതാണ് പൊസിഷൻ ഓഫ് mn. പൊസിഷൻ ഓഫ് mn പറയാറായി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ബൈജക്ഷൻ ഡിഫൈൻ ചെയ്തു എന്നാണ് അതിനർത്ഥം. ലിസ്റ്റ് ചെയ്തു, എത്രാമത്തെയാന്ന് പറയുക, അതല്ലേ നിങ്ങൾ ചെയ്തേ. പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് വന്നപ്പോൾ 1, -1, 2, -2 എന്നെഴുതി. അപ്പൊ -2 എന്ന് പറയുന്നത് നാലാമത്തെയാന്ന് പറയാൻ പറ്റും. അതേസമയം 1, 2, 3 എക്സെട്ര കഴിഞ്ഞിട്ട് -1, -2, -3 എക്സെട്ര എന്നെഴുതുമ്പോൾ പൊസിഷൻ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് റീഅറേഞ്ച് ചെയ്തു, ഇങ്ങനെ എഴുതി. ഒരു പോസിറ്റീവ്, അതിന്റെ നെഗറ്റീവ്, 1, -1, 2, -2 എന്നെഴുതി. അങ്ങനെ ഒരു അറേഞ്ച്മെന്റിലാണ്. അറേഞ്ച്മെന്റിൽ എത്രാമത്തെയാന്ന് പറയാൻ പറ്റി. അതിനെ ബൈജക്ഷൻ ആയിട്ട് ഫംഗ്ഷന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. അത് ഓഡ് പൊസിഷനിലാണെങ്കിൽ ഈവൻ പൊസിഷൻ ആണെങ്കിലും ഫംഗ്ഷൻ ഫോം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്തത്. അപ്പൊ ഇതുപോലെ നമ്മളുടെ n×nലെ എലമെന്റ്സിനെ ഫസ്റ്റ് ഡയഗണൽ, സെക്കൻഡ് ഡയഗണൽ, തേർഡ് ഡയഗണൽ എന്ന രീതിയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഡയഗണലിൽ സം 2 ഉള്ള എലമെന്റ്സ്, സെക്കൻഡ് ഡയഗണലിൽ സം 3 ഉള്ള എലമെന്റ്സ്, തേർഡ് ഡയഗണലിൽ സം 4 ഉള്ള എലമെന്റ്സ്, അങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ദ ഡയഗണലൈസേഷൻ പ്രോസസ്. ബൈ ദ ഡയഗണലൈസേഷൻ പ്രോസസ് വി ക്യാൻ ഐഡന്റിഫൈ ദ പൊസിഷൻ ഓഫ് mn ആസ് ദ mth element of m+n-1 diagonal, and up to that point there are total number of points in m+n- up to total number of points up to m+n-2th diagonal, 1 + 2 + 3 plus etc. m+n-2 plus this is a mth position of its diagonal plus m എന്ന് കൊടുത്തു. അപ്പൊ അതാണ് പൊസിഷൻ എന്ന് പറയാൻ പറ്റി. ഇത് പൊസിഷൻ ആണ് എന്ന് പറഞ്ഞാൽ ബൈജക്ഷൻ ഇവിടെ -2, കഴിഞ്ഞ എക്സാമ്പിളിൽ -2 നാലാമത്തെ പൊസിഷനിലാണ് എന്ന് പറയാൻ പറ്റും. -2 എല്ലാത്തിനും പറയാൻ പറ്റിയപ്പോൾ ബൈജക്ഷൻ നമുക്ക് ആ ഫോം നോക്കിയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഇത് പറഞ്ഞാൽ അത് നോക്കി ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. n-ന് കറസ്പോണ്ടൻസ് ഈ നമ്പറിലേക്ക്, നാച്ചുറൽ നമ്പറിലേക്ക് കൊടുത്തു. വി ഡിഫൈൻ h ഫ്രം n×n to n by this number, h of mn equal to psi of m+n, psi of m+n-2 എന്ന് എഴുതാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇതിന്റെ ഡെഫിനിഷൻ psi of k equal to k into k+1 divided by 2 എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് h of mn. h of mn n×n-ൽ നിന്ന് n-ലേക്ക്. നമ്മുടെ ആക്ച്വൽ അതാണേലും മതി. ബൈജക്ഷൻ ഫ്രം n×n to n ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് n to n×n ഒരു ബൈജക്ഷൻ ആയിരിക്കും. We have a bijection from n to the given set, therefore it is denumerable. ഇത് ബൈജക്ഷൻ ആണ് എന്നുള്ളതിന്റെ പ്രൂഫ്, ആക്ച്വൽ ഇത് ബൈജക്ഷൻ ആണ്, ഈ ഫംഗ്ഷൻ ബൈജക്ഷൻ ആണ് എന്നുള്ളതിന്റെ ആക്ച്വൽ പ്രൂഫ് കിടപ്പുണ്ട്. അപ്പോൾ ഇൻഫോർമൽ പ്രൂഫ് ആണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഫംഗ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇത് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. n×n is denumerable. നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. നോട്ട്സ് ബുക്കിൽ തീർച്ചയായിട്ടും എഴുതണം. അപ്പോൾ വീഡിയോ നന്നായി കണ്ട് n×n denumerable ആണ് എന്നുള്ളത്, ഡയഗണലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് എന്നുള്ള ഇൻഫോർമൽ പ്രൂഫ് മനസ്സിലാക്കുക. എങ്ങനെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ വന്നത് എന്നും ബൈജക്ഷൻ വന്നത് എന്നും മനസ്സിലാക്കുക. ഈ പറഞ്ഞത് h ഒരു ബൈജക്ഷൻ ആണ് എന്നുള്ളതിന്റെ പ്രൂഫ് നമുക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതും ഓർക്കുക. പ്രൂഫ് വേണമെങ്കിൽ തരാം, അത്രയും അത്യാവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്രയെങ്കിലും എഴുതുക. ഇൻഫോർമൽ പ്രൂഫ് ഇവിടെ വരെയാണെങ്കിലും മതി. ദിസ് ഈസ് എ പൊസിഷൻ psi of m+n-2 plus mth പൊസിഷൻ mn-ന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലും മതി. അതിനെയാണ് ഫംഗ്ഷനാക്കി കൺവേർട്ട് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.